പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നല്ലൊരു ഈവനിങ്, നല്ല ചൂടുള്ള ഈവനിങ് ആയതുകൊണ്ട് നമുക്കൊരു ചൂട് കട്ടൻ ചായ അല്ല കട്ടൻ കോഫി അല്ല ബ്ലാക്ക് കോഫി, അത് തന്നെ ബ്ലാക്ക് കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ ഈയിടെയായിട്ട് ഇച്ചിരി വെട്ടിത്തള കൂടുതലാണല്ലേ എൻ്റെ പറച്ചിൽ. എന്തായാലും നല്ല ചൂട് കോഫി, ബ്ലാക്ക് കോഫി നല്ല കപ്പിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കേട്ടോ. പിന്നെ ഈ പുതിനയില ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ടീയിൽ, അതായത് ബ്ലാക്ക് ടീയിലാണ് ബ്ലാക്ക് ടീ, ലെമൺ ടീയിലൊക്കെയാണ് പുതിനയില ഇടുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പം ബ്ലാക്ക് കോഫിയിൽ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് കുടിച്ച് നോക്ക്. പിന്നെ വിത്തൗട്ടാണ്, അപ്പം മധുരം കുറച്ച് ആയിട്ട് ഈ പുതിനയില ഇടുമ്പോഴത്തേന് ആ പുതിനയിലയുടെ ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ. മധുരം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മധുരത്തിൻ്റെ ആയിരിക്കും കിട്ടുന്നത്. എന്തായാലും ബ്ലാക്ക് കോഫിയിൽ പുതിനയില ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്നാക്സാണ് മിച്ചർ കേട്ടോ. അപ്പോൾ ആ മിച്ചറും എടുത്തിട്ട് പതുക്കെ മുകളിൽ കയറിയിട്ട്, അതായത് ടെറസിൽ കയറിയിട്ട് ഈവനിങ് ഒന്ന് ആസ്വദിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടെറസിലേക്ക് വന്നതാണ്. നമ്മുടെ അസ്തമയ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നപ്പോഴാണ് നമ്മൾ വീണ്ടും മിച്ചറിലേക്ക് വരാം. പണ്ട് മുതലേ എനിക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ 2 പിള്ളേർക്കും മിച്ചർ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എരിവുള്ള മിച്ചറായിരുന്നു ആദ്യം ഇഷ്ടം, ഇപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്തായാലും കുഞ്ചും അന്നും അതേപോലെ തന്നെ മിച്ചർ കുതിച്ചനുമാണ്. പണ്ട് ഞാനും കുഞ്ചും കൂടെ ഉള്ളപ്പോൾ കുഞ്ചു ഡേ കെയറിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞങ്ങൾ 1 കവർ മിച്ചർ വാങ്ങിക്കും. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയിരുന്ന് ടി വിയും കണ്ടുകൊണ്ട് ആ 1 കവർ മിച്ചർ തീർക്കുമായിരുന്നു. പിന്നെ എപ്പോഴോ കുഞ്ചു ഇങ്ങനെ വൊമിറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വറുത്തതും പൊരിച്ചതൊക്കെ കുറയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേനും മിച്ചർ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മിച്ചർ അധികം കഴിക്കില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ചു അത് നിർത്തി. പക്ഷേ അന്നു അത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് മിച്ചർ വാങ്ങാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഞാനും അന്നും കൂടെ പർച്ചേസിങ്ങിന് പോയപ്പോഴത്തേനും എനിക്ക് മിച്ചർ വാങ്ങിക്കണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ മിച്ചർ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് തിന്നു. അങ്ങനെ അവൾ കാണാതിരിക്കാനാണ് മെയിൻ ടെറസിൻ്റെ അടുക്കാൻ വന്നത് കേട്ടോ. അവൾ വിളക്ക് കത്തിക്കാൻ പോകുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കാത്തു പോന്നു. എന്തായാലും ഈ അസ്തമയ സൂര്യനെയൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നിൽക്കുക എന്നുള്ളതൊരു മൈൻഡ് റിഫ്രഷിങ് ടൈം ആയിരുന്നു എനിക്കിന്ന്. കുറേ നാളായി അങ്ങനെ നിന്നിട്ട്. അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വരിക, കുറച്ച് നേരം ടി വിയുടെ മുമ്പിലിരിക്കുക. പിന്നെ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല, പിന്നെ മടി, ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും മടിയാവും. അങ്ങനെയൊക്കെ കുറേ വീഡിയോസ്, പിന്നെ സ്പേസിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേനും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. കാണുമ്പം ഇത് ക്യാപ്ചർ ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വയ്ക്കും, പക്ഷെ വിട്ടുപോകും. അപ്പോൾ ഈ മിച്ചറും കപ്പും കൂടി ഇരിക്കുന്നതാണ് നല്ല രസമല്ലേ. ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അതേപോലെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. നമ്മൾ വലിയ സിനിമാറ്റോഗ്രാഫറൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ പാതിയിൽ എൻ്റെ കൈ കാണാം. അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ചൂട് ചായ ഗുപ്തൻ ഊതി കുടിക്കുന്ന കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അന്തരീക്ഷത്തിനോട് വർത്തമാനം പറയാമെന്നാണ് വിചാരിച്ചത്. അല്ല കേട്ടോ. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പോൾ കുറേ നേരം അമ്മയോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴും ചായ കുടിക്കുന്നുണ്ട്. ഗുപ്തൻ ഊതി കുടിക്കുന്ന പോലെ ചായയല്ല, കോഫി, നമ്മുടെ ബ്ലാക്ക് കോഫി. ചായ എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ കട്ടൻ ചായയാണ് പണ്ട് മുതലേ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കട്ടൻ ചായക്കകത്ത് മധുരം കുറയ്ക്കാൻ തുടങ്ങിയ സമയത്ത് അതേ അന്നു വന്നിട്ടോ. അന്നു എടി കള്ളി എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടുപിടിച്ചുകൊണ്ട് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ അന്നു എൻ്റെ കയ്യിൽ നിന്ന് മിച്ചർ വാങ്ങിച്ചില്ല. അവൾക്ക് മനസ്സിലായി ഞാൻ മിച്ചർ അവളെ പാത്ത് കൊണ്ടുവച്ച് തിന്നുവാണെന്ന്. അങ്ങനെ അവൾ മിച്ചറൊക്കെ വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴുണ്ട് നമ്മുടെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം മറന്നു. സാരമില്ല, ഇനി ഓർക്കുമ്പോൾ പറയാം. അതാണ് കേട്ടോ എൻ്റെ മെയിൻ പ്രശ്നം. പറഞ്ഞു വരുന്ന കാര്യം മുഴുമിപ്പിക്കാൻ പറ്റാറില്ല. ഒന്നുകിൽ അതിങ്ങനെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തു പോകും, വേറെ വിഷയങ്ങളിലേക്ക് ചെല്ലും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മറന്നു പോകും. അപ്പോൾ ആ ഒരു ഫ്ലോ അങ്ങ് പോകും. പറയാൻ വന്നതിൻ്റെ ഫ്ലോ അങ്ങ് മറന്നു പോകും. ഫ്ലോ അങ്ങ് വിട്ടു. ഇന്നെന്താണ് മൊത്തത്തിലൊരു തപ്പിത്തടയൽ എന്നുള്ളൊരു ഫീലിംഗ്. ഇന്ന് പിന്നെ ഞാൻ റീടേക്കുകളും ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങളോട് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ട്
അങ്ങ് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അന്നുദേ ഗുപ്തൻ മാറിയിരിക്കുകയാണ് കേട്ടോ. മിച്ചറും കൊണ്ട് പതുക്കെ എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ എൻ്റെ ഗുപ്തൻ്റെ ചായ അവിടെ എന്നെ നോക്കിയിരിക്കുന്നു. ചായ അല്ല, കോഫി. അത് തന്നെ, ബ്ലാക്ക് കോഫി ഞാൻ കുറേ നാൾ കുടിക്കുമായിരുന്നു. അപ്പോൾ അതിൽ മധുരം കുറയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കെന്തോ വൊമിറ്റിംഗ് ടെൻഡൻസി ഫീൽ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ബ്ലാക്ക് കോഫി ഞാൻ നിർത്തി കേട്ടോ. പിന്നെ നമ്മുടെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പച്ചപ്പുണ്ട്. ഈ ഇടയിൽ അധികം പച്ചപ്പില്ല പൊതുവെ. പിന്നെ ഇവിടെ മാത്രമാണ് കേട്ടോ കുറച്ച് പച്ചപ്പ്. കണിക്കൊന്നയൊക്കെ നന്നായിട്ട് പൂത്തു തുടങ്ങി. ഏപ്രിൽ ആവാൻ ഇനിയുണ്ട് ദിവസങ്ങൾ. അപ്പോൾ എന്നിട്ടും കൊന്നയൊക്കെ ഇവിടത്തുങ്ങളിലെ മിക്ക കൊന്നകളും ഒക്കെ പൂത്ത് കൊഴിയാൻ തുടങ്ങി. പിന്നെ തെങ്ങ്, നമ്മുടെ കോവയ്ക്ക വള്ളി, അപ്പുറത്തെ വീട്ടിലെ ചിക്കൂസ്, ചാമ്പയ്ക്ക, പ്ലാവ്, പിന്നെ നമ്മുടെ ഇവിടെ റംബുട്ടാൻ, പിന്നെ നമ്മുടെ കൽപ്പകവൃക്ഷത്തിലൊരു കാക്കയാണോ, പിന്നെ ഈ കിളി ഏതോ ഒരു കിളി, ഓലഞ്ഞാലിയല്ല, കറുത്ത എന്തോ കുറുവാൽ കിളിയോ അങ്ങനെ എന്തോ പേര്, കാക്കയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അസ്തമയ സൂര്യനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നു പതുക്കെ എൻ്റെ മിച്ചറും കൊണ്ട് എസ്കേപ്പ് ആവുന്നു. അന്നു പോവാണോ? എന്തെടുക്കാൻ പോവാ? ഇവിടെ പാത്ത് നിന്ന് കുടിക്കുന്നു. കൊള്ളത്തില്ലാത്ത എന്താണെന്നറിയാമോ? വിത്തൗട്ട് കോഫിയാ, അതുകൊണ്ടാണ് കൊള്ളാത്തത്. നമുക്ക് ബൂസ്റ്റ് ഇട്ട് കുടിച്ചാൽ നല്ല, ചായയുടെ കൂടെ ബൂസ്റ്റ് ഇട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റ്. മാങ്ങ പഴയുണ്ടോ അവിടെ ഇരിക്കണേ? കുറച്ച് തേങ്ങ കറിയെന്ന് പറയാൻ പറഞ്ഞത് നമ്മുടെ തേങ്ങ വലുതായിരുന്നു. നമ്മുടെ തേങ്ങ വലുതാണ്. തേങ്ങ അതാണ് കേട്ടോ. തേങ്ങ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിയാനു, ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ പറ. ടാറ്റാ ബൈ, സീ യു. ലൈക്കും സബ്സ്ക്രൈബും കമന്റും സബ്സ്ക്രൈബും ചെയ്യണം. 2 പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ശരി.